നെയ്മർ എന്ന ഫുട്ബോൾ ഇതിഹാസം ആഗോളതലത്തിൽ ഒരു സൂപ്പർ താരമായി വളരുന്നതിന് മുമ്പ് തന്നെ നെയ്മറുടെ ലോകോത്തര കളിശൈലി രൂപപ്പെട്ടത് ബ്രസീലിലെ സാവോ പോളയിലെ തെരുവുകളിലും ഇൻഡോർ കോർട്ടുകളിലുമായിരുന്നു. ഒരു അസാധാരണ പ്രതിഭയായ കുട്ടിയുടെ വളർച്ചയ്ക്കായി കുടുംബം മുഴുവൻ ത്യാഗങ്ങൾ സഹിച്ചതിൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം. 1992 മോജിദാസ് ക്രോയ്സിയിലാണ് നെയ്മർ ജനിച്ചത്. പ്രിയ ഗാൻഡയിലെ ഒരു സാധാരണ പ്രദേശത്തായിരുന്നു അദ്ദേഹം വളർന്നത്. ഒരു മുൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർ തൻ്റെ മകന് 3 വയസ്സുള്ളപ്പോൾ തന്നെ അവനിലെ കായികക്ഷമതയും പന്തിനോടുള്ള താല്പര്യവും തിരിച്ചറിഞ്ഞിരുന്നു. നല്ല പുൽമൈതാനങ്ങൾ കുറവായിരുന്നതിനാൽ നെയ്മർ തൻ്റെ കുട്ടിക്കാലത്ത് നഗ്നപാതനായി തെരുവുകളിൽ കളിച്ചാണ് ബ്രസീലിയൻ ശൈലിയായ ജിങ്ക എന്ന താളവും വേഗതയും അദ്ദേഹം സ്വന്തമാക്കിയത്. ചെറിയ ഇടങ്ങളിൽ പോലും പന്ത് അതിവേഗം കൈകാര്യം ചെയ്യാനും മിന്നൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള തൻ്റെ കഴിവ് വളർത്തിയത് ഫുട്സാലിലൂടെയാണ് എന്ന് നെയ്മർ എപ്പോഴും സമ്മതിക്കാറുണ്ട്. നെയ്മറിന് 6 വയസ്സുള്ളപ്പോൾ ഒരു ബീച്ച് ഫുട്ബോൾ ടൂർണമെന്റ് കാണുന്നതിനിടയിലാണ് ബെറ്റിഞ്ഞോ എന്ന യൂത്ത് സ്കൗട്ട് ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ വേഗതയിലും മെയ്വഴക്കത്തിലും ആകർഷിക്കപ്പെട്ട ബെറ്റിഞ്ഞോ അവനെ ഒരു മികച്ച പരിശീലനത്തിലേക്ക് നയിച്ചു. 1999 പോർച്ചുഗീസ് സാനിറ്റിസ്റ്റ എന്ന യൂത്ത് ക്ലബിനായി കളിച്ച് നെയ്മർ ശ്രദ്ധ നേടാൻ തുടങ്ങി. 2003 തൻ്റെ 11ാം വയസ്സിൽ നെയ്മർ വിഖ്യാത താരം പെലെ കളിച്ചു വളർന്ന പ്രശസ്തമായ സാന്റോസ് FC-യുടെ യൂത്ത് അക്കാദമിയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം വലുതായിരുന്നുവെന്നാൽ 14ാം വയസ്സിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ട്രയൽസിനായി അവനെ സ്പെയിനിലേക്ക് ക്ഷണിച്ചു. അവിടെയുള്ള കോച്ചുമാരെ എല്ലാം നെയ്മർ അത്ഭുതപ്പെടുത്തിയെങ്കിലും മകൻ തൻ്റെ സ്വന്തം നാട്ടിൽ വളരുന്നതാണ് നല്ലതെന്ന് പിതാവ് തീരുമാനിക്കുകയായിരുന്നു. നെയ്മറെ ടീമിൽ നിലനിർത്താനായി സാന്റോസ് ക്ലബ്ബ് വലിയൊരു തുക ബോണസ് നൽകി. ഈ തുക ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം സാന്റോസ് സ്റ്റേഡിയത്തിനടുത്ത് സ്വന്തമായി ആദ്യത്തെ വീട് വാങ്ങിയത്. പിന്നീട് നെയ്മറുടെ വളർച്ചയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 15 വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ വളർച്ച വാണം പോലെ മുകളിലോട്ട് പോവുകയായിരുന്നു. ആ നെയ്മറാണെന്ന് ലോകത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ ഇതിഹാസമായി കോടാനുകോടി മനുഷ്യന്മാരുടെ ആരാധനാപാത്രമായി മാറിയിരിക്കുന്നത് തിരിച്ചറിയുക.